RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന റയൽ മാഡ്രിഡ് വിസസ് ഡിപ്പോർട്ടിവോ ആൽബസും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ്. മത്സരത്തിൽ 2-1 റയൽ മാഡ്രിഡ് ജയിച്ചിരിക്കുകയാണ്. ആദ്യ ഗോൾ എംബാപ്പയിലൂടെയാണ് സ്കോർ ചെയ്യുന്നത്. പിന്നെ ആൽബസ് സമനിലെത്തുകയാണ്. പിന്നെ സാവിയുടെ പ്രശ്നക്കാരനായ റോഡ്രിഗോ തന്നെ വേണ്ടി വന്നു റയലിന്റെ വിജയ ഗോൾ നേടാൻ വേണ്ടി. വിനീഷ്യസിന്റെ സുന്ദരമായ ഒരു അസിസ്റ്റിലൂടെ കിഡിലൻ ഒരു ഗോൾ നേടി. അവസാന മൂവ്മെന്റിൽ എന്ന് പറഞ്ഞാൽ കിട്ടില്ല ചാൻസുകളായിരുന്നു റയൽ മാഡ്രിഡ് കിട്ടിയത്, പക്ഷെ ഗോളുകളാക്കാൻ മാത്രം കഴിഞ്ഞില്ല എന്ന് പറയാം. എന്താ പറഞ്ഞാൽ ആൽബസ് ഈ ഒരു സമനിലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊരുതലിന്റെ സമയത്ത് ഒരുപാട് കൗണ്ടറുകളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സ്. അവസാനം എംബാപ്പയ്ക്കും അതേപോലെ വിനിക്കും അതേപോലെ ബെല്ലിംഗ്ഹാമിനൊക്കെ കിട്ടിയ അവസരങ്ങളുണ്ട്, ഇബ്രാഹിമിനും ഒക്കെ കിട്ടിയ അവസരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ചങ്ങായിക്ക്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിൽ എംബാപ്പയിലൂടെ ലീഡ് നേടി റയൽ ഇങ്ങനെ വതുങ്ങി കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അപകടം മണത്ത റയൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആൽബസ് ഏത് സമയത്ത് ഒരു സമനില നേടുന്നുള്ള ഇതായിരുന്നു. ആ സമനില നേടുകയും ചെയ്തു. പിന്നെ സെക്കൻഡ് ഗോളിനുള്ള ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ആൽബസിന്റെ ഹോം ഗ്രൗണ്ട് നടന്ന മത്സരത്തിൽ 2-1 വിജയിച്ച് റയൽ മാഡ്രിഡ് ബാഴ്സലോണ ആയിട്ടുള്ള പോയിന്റ് വ്യത്യാസം കുറയ്ക്കാനുള്ള ഇത് നടത്തി. 4 പോയിന്റാണ് ഇപ്പോഴും വ്യത്യാസമുള്ളത്. കഴിഞ്ഞ വർഷത്തിൽ ബാഴ്സലോണ വിജയിച്ചതോട് കൂടിയിട്ട് 7 പോയിന്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വിജയിച്ചേ പറ്റും. അങ്ങനെ 2-1 വിജയം നേടിയിരിക്കണേ. ഗംഭീര വിജയമാണ് സാവിക്ക്. ഈ വിജയം ശരിക്കും എന്താന്ന് പറഞ്ഞാല് ആളുടെ എന്താ ഫസ്റ്റ് ഹാഫ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾ അടിച്ചു എന്നല്ലാതെ പിന്നെ കുറെ പെർഫോമൻസ് ഒന്നും വലുത് പറയണ്ട. പക്ഷെ സെക്കൻഡ് ഹാഫിൽ റയൽ മാഡ്രിഡ് തീ കളിയായിരുന്നു കളിച്ചത്. എന്താന്ന് പറഞ്ഞാൽ ഏത് സമയത്തും സെക്കൻഡ് ഗോൾ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സമനില ഗോൾ 2-2 ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പോൾ ആൽബസ് ഇങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കൗണ്ടർ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്ന റയൽ മാഡ്രിഡിന്റെ. അത് റയൽ മാഡ്രിഡ് ശരിക്കും ചോദിക്കുന്ന ഒരു 3-4 ഗോൾ അടിക്കുന്ന ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ആ ഒരു ഫസ്റ്റ് ഗോൾ ആൽബസ് അടിക്കുന്ന ഗോൾ ഉണ്ടല്ലോ, എന്റെ പൊന്നോ, എന്താ സ്ട്രൈക്കറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ചങ്ങായി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ നിമിഷ നേരങ്ങളായിട്ടുള്ളൂ അവിടെ നിന്ന് ഒരു അസിസ്റ്റ്, സെന്ററിലൂടെ കൊടുക്കുന്ന ഒരു അസിസ്റ്റ്. അത് ലെഹന ഫ്രീ ഓഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വാറിൽ ചെക്ക് ചെയ്തിട്ടാണ് ഓഫ് അല്ല മതി. എമ്മാതിരി ബോൾ കൺട്രോൾ ആണ്, അതേപോലെ എമ്മാതിരി ഒരു ഫിനിഷാണ്. കോർട്ട് തന്നെയാണ് ശരിക്കും. കോർട്ട് എംബാപ്പെ ഇല്ലെങ്കിൽ റയൽ മാഡ്രിഡിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോർട്ട് അവിടെ ഒന്നും അമ്മാതിരി സേവുകളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ നോക്കി കഴിഞ്ഞാൽ 2-3 ചാൻസുകൾ കിട്ടിയില്ല ചാൻസുകളാണ് കോർട്ടോ സേവ് ചെയ്ത് അടക്കാൻ പറ്റുന്നത്. അതേപോലെ ആലോസിന്റെയും ഗോൾ കീപ്പർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോമൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാബിക്ക് ഈ വിജയം ശരിക്കും പറഞ്ഞൊരു ഇതാണ്. അതേപോലെ ഗോള് അടിച്ച ശേഷം റോഡ്രിഗോ ഗോൾ അടിച്ച ശേഷം സാബിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പോയിട്ട്. അപ്പോൾ ഇതൊക്കെ റയലിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് ഉള്ളിലിരുന്ന് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സോൾവ് ചെയ്തിട്ട് വരികയാണെങ്കിൽ കോച്ചിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് ഈ സീസണിൽ പിടിച്ചാൽ കിട്ടില്ല. അവരിനി കളിച്ച് വന്നോളൂ. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അല്ലേ? അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ ആൽബസ് 7 ഷോട്ടുകൾ എടുത്തപ്പോൾ 2 മാത്രം ഓൺ ടാർഗറ്റിലേക്ക്, അതൊന്ന് ഗോൾ ആവുകയും ചെയ്തു. റയൽ മാഡ്രിഡ് നോക്കുകയാണെങ്കിൽ 11 ഷോട്ടുകൾ എടുത്തിട്ട് അതിൽ 5 ഓൺ ടാർഗറ്റിലേക്കാണ്. അതേപോലെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ആൽബസിന്റെ ഭാഗത്ത് 51% പൊസിഷൻ ഉണ്ടായിരുന്നു. റയൽ മാഡ്രിഡിനേക്കാൾ 1% പൊസിഷൻ കൂടുതലാണ്. റയൽ മാഡ്രിഡ് 49% പൊസിഷൻ ഉണ്ടായിരുന്നു. അതേപോലെ പാസിംഗെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആൽബസ് 87% പാസിംഗെ കുറിച്ച് ഉണ്ടായ സമയത്ത് 88% റയൽ മാഡ്രിഡ്. അതേപോലെ 12 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ റയൽ മാഡ്രിഡ് 11 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ട് ആൽബസ് 3 യെല്ലോ കാർഡുകൾ കിട്ടിയപ്പോൾ റയൽ മാഡ്രിഡ് 1 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ ആൽബസ് 2 ഓഫ് സൈഡ് ഉണ്ട്. കോർണേഴ്സ് 5ഉം 7ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തുല്യ കളിയാണ് 2 ടീം കളിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവസരങ്ങൾ റയൽ മാഡ്രിഡിന് കിട്ടിയതൊക്കെ കളഞ്ഞു കുളിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു 2-1 നിന്ന്, അല്ലെങ്കിൽ ചുരുങ്ങിയത് 4 ഗോളിങ്ങിന് അടിക്കേണ്ടതായിരുന്നു. റയൽ മാഡ്രിഡ് അത്രയും സുന്ദരമായ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൽബസ് സമനിലയ്ക്ക് വേണ്ടിയുള്ള ബത്തപ്പാടിനിടയിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കുറെ മിസ്പാസുകളൊക്കെ വിട്ടിട്ട് കൗണ്ടറിലൂടെ റയൽ മാഡ്രിഡ് ഗോൾ അടിക്കേണ്ട ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അടിക്കുകയാണെങ്കിൽ ഈ സ്കോർ നിലയിലൊന്നും 2-1 നിൽക്കേണ്ട കളിയായിരുന്നില്ല. അതേപോലെ ആൽബസിന്റെ കാണികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഹോം ഗ്രൗണ്ട് അമ്മാതിരി വൈബായിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും 1-1 കളി അവസാനിക്കും വിചാരിച്ച ആ സമയത്താണ് വിനീഷ്യസിന്റെ ഒരു സുന്ദരമായ അസിസ്റ്റിൽ റോഡ്രിഗോന്റെ ഒരു കിട്ടിലൻ ഗോൾ. അത് എങ്ങനെ പറയാ, എമ്മാതിരി ഗോളായിരുന്നു. ഒന്നും അറിഞ്ഞില്ല. വരുന്ന പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നു, ക്രോസ് കൊടുക്കുന്ന ആ ക്രോസ് ഡയറക്റ്റ് ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ റയൽ മാഡ്രിഡുകാർക്ക് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. അവര് ബാഴ്സലോണക്കാൾ 4 പോയിന്റ് പുറകിലാണെങ്കിലും അവർക്ക് ഈ വിജയം 3 പോയിന്റ് നേടിക്കൊടുത്തത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.